കങ്കുവ കങ്കുവ ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പൊന്നോ. കങ്കുവിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കാരനാണെന്ന് തോന്നുന്നു. എവിടെ കയറി കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും. അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലി മത്സരത്തിന് കങ്കുവയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി. വടം കിട്ടിയോ കങ്കുവ വലിച്ചവിടെ നിൽക്കും. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കങ്കുവല്ലേ എന്തുവാ അതാണ് ചോദ്യം. മതിയായി ഈ ജീവിതം മതി. അതുപോലത്തെ സാധനം കണ്ടത് അയ്യോ കൊള്ളൂല. പന്നപ്പടം ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് കൊള്ളൂല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വില്ലൻ ബോബി ഡിയോളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. പുള്ളി ഇപ്പോ വല്ല അപസ്മാരം വന്ന് മറിഞ്ഞു കെട്ടി വീഴുന്നു വിചാരിക്കും. പക്ഷെ വീഴൂല. അങ്ങനെ പല്ലൊക്കെ എറിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കളിക്കുക. ഈ അച്ഛനും കിട്ടുണ്ണിക്കും രാമുവിനൊക്കെയുള്ള വട്ടേ എനിക്കുള്ളൂ. അതൊക്കെ ഒരു വട്ടാണെങ്കിൽ എത്ര ലക്ഷം പേരെ എടുത്ത് ചികിത്സിക്കേണ്ടി വരും. ഈ ഫ്ലെക്സ് വെച്ചത് 2 ദിവസം മുമ്പേ നമ്മുടെ സൂര്യ ഫാൻസ് ഫ്ലെക്സ് ഞാൻ പയ്യന്മാരെ കാണാൻ ഉറക്കമില്ലാതെ വെച്ചാണ്. അതിനൊരു പ്രയോജനമില്ലാതെ ആ ശിവായി. അത് ഞാനല്ല, അയാളെ ഞാൻ അറിയേയില്ല. ഇനി ഇതിന്റെ പാർട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ വല്ല അനാഥാലയത്തിൽ കൊടുത്താൽ പിള്ളേർ രക്ഷപ്പെടാം. ഇതിപ്പോ മരപ്പറ്റിയല്ല പോക്കാനും അല്ല, അങ്ങനത്തെ ഒരു സാധനം. മുതലേനെ കൊല്ലുന്ന എന്തൊക്കെയായിരുന്നു ട്രെയിലറിൽ. ഇവിടെ എന്താ വരാത്ത വായ്പോയ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആദിപുരുഷ് മറ്റേ അൾട്രാ ബോംബാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോ ബോംബാണ്. കങ്കുവ കങ്കുവ